അസ്തമയ സൂര്യനെയും കരതൊടുന്ന തിരമാലകളെയും സാക്ഷിയാക്കി പുതിയ ജീവിതത്തിന് തുടക്കം. തിരുവനന്തപുരം കോട്ടയം സ്വദേശികളുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനാണ് ശംഖുമുഖത്ത് വേദിയൊരുങ്ങിയത്. മനസ്സിലെ ആഗ്രഹത്തിനൊത്ത് വേദിയൊരുങ്ങിയതിൽ ഇരുവർക്കും സന്തോഷം. സാധാരണ ഇൻഡോറിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഔട്ട്ഡോർ. അതാണ് ഞാൻ ഈ ഔട്ട്ഡോർ ചൂസ് ചെയ്യാൻ റീസൺ. പിന്നെയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലൈക്ക് സ്പേസ് ഉണ്ട് ആൾക്കാർക്ക് മൂവ് അബൌട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ചൂസ് ചെയ്തത്. ആംബിയൻസ് വളരെ അടിപൊളിയാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ചെയ്യണമെന്നുള്ള ആഗ്രഹം. ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല ഒരു ആംബിയൻസ് ആയിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നു. വളരെ സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. 1.5 വർഷത്തിനിടയിൽ ശംഖുമുഖത്ത് 25-ലധികം ആളുകൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ ഭാഗമായത് പദ്ധതിയുടെ വിജയമായി സംഘാടകർ. 30-ന് മുകളിൽ വെഡ്ഡിങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇത് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ശംഖുമുഖം ബീച്ച് പാർക്ക് വന്നിരിക്കുന്നത്. മിനിസ്റ്ററിൻ്റെ ഒരു ആശയമാണ്, റിയാസ് സാറിൻ്റെ ഒരു ആശയമാണ്. അപ്പം അത്രയും നല്ല രീതിയിൽ നമ്മളിത് കൊണ്ടുപോകുന്നുണ്ട്. കടൽക്കാറ്റിന്റെ തണലിൽ ടൂറിസം വകുപ്പിന്റെ ആശയം പ്രയോജനപ്പെടുത്തിയവർ പുഞ്ചിരിക്കുകയാണ്. പല നിറത്തിൽ വെളിച്ചം നിറയുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ നമുക്ക് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോഴിതാ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. അത് ശംഖുമുഖത്തിലൂടെ. അത് അന്ന് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളടക്കം പറഞ്ഞതാണ് ഇതെല്ലാ കാലവും നടക്കുമോ എന്നറിയില്ല, മുന്നോട്ട് പോകുമോ എന്നറിയില്ല. പക്ഷെ ഒരുപാട് പേർക്ക് അതിൻ്റെ സൗന്ദര്യം ബോധ്യപ്പെട്ടു. വീണ്ടും വിവാഹങ്ങളുമായി പലരും വരുന്നു അല്ലേ? തീർച്ചയായും മോത്തി പറഞ്ഞതുപോലെ തന്നെ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ പോകും, മുൻപോട്ട് പോകുമോ അതോ നിലച്ചു പോകുമോ എന്നൊക്കെ. അപ്പം ഈ വാർത്തയും പിന്നീട് അങ്ങനെ ഉണ്ടായില്ല. എത്ര വിവാഹങ്ങൾ നടന്നു, തികഞ്ഞ കാര്യങ്ങളെ പറ്റിയൊന്നും വ്യക്തമായ ധാരണകൾ എനിക്കുണ്ടായിരുന്നില്ല. അപ്പം ഇത് നിലച്ചു പോയി എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവന്റ് മാനേജേഴ്സും അതേപോലെ തന്നെ കോർഡിനേറ്റേഴ്സും DTPC അംഗങ്ങളും ഒക്കെ പറഞ്ഞത് നിരവധി വിവാഹങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്. എന്തായാലും ശംഖുമുഖം സംസ്ഥാനത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം കൂടിയാണ്. മറ്റു പലയിടത്ത് വെച്ചും വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കുമരകമായിക്കോട്ടെ, ഈവൻ പൊന്മുടിയിൽ വെച്ച് പോലും കല്യാണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവർക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ വെച്ച് വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ആ പ്രദേശങ്ങൾ സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പൊതുവിടങ്ങൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അത്തരത്തിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ എത്രയും മനോഹരമായി തീർക്കാമോ അത്രയും മനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങളാക്കി മാറ്റാവുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ശംഖുമുഖം. എന്തായാലും ഈ ശംഖുമുഖം തീരമൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ നിലനിർത്താനും ഇത്തരത്തിലൊരു ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളൊക്കെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വരുന്ന ഇവന്റ് മാനേജേഴ്സും അതായത് DTPCയും ഒക്കെ അത്രത്തോളം വീണ്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആ പ്രദേശം കൂടുതൽ മനോഹരമായി നിർത്താനും ചപ്പുചവറുകൾ ആരും ഇടാതിരിക്കാനും. അപ്പോൾ എന്തായാലും ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കൊണ്ട് വീണ്ടും കുറേ കൂടെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ കോണിൽ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 25-ലധികം വിവാഹങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ നടന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വിവാഹത്തോടു കൂടി ആ വാർത്തകളൊക്കെ നിലച്ചു പോയെങ്കിലും ഇപ്പോൾ വീണ്ടും ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അപ്പം തിരുവനന്തപുരം മാത്രമല്ല മറ്റു പല ജില്ലകളിലും അതിനുള്ള പ്രയോജനവും സാധ്യതകളും ഒക്കെ ഉണ്ട്. അതുകൂടെ പരിഗണിച്ചുകൊണ്ട് ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഈ ടൂറിസം ഡെവലപ്മെൻറ്റിനും അത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ കോട്ടയം സ്വദേശിയും അതുപോലെ തിരുവനന്തപുരം സ്വദേശിയും ഒക്കെയാണ് വിവാഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് വിഴിഞ്ഞത്ത് വെച്ച് തദ്ദേശീയരെയൊക്കെ വിളിച്ചുകൂട്ടി വിദേശികൾ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹ വാർത്തകളൊക്കെ എപ്പോഴും ട്രെൻഡിങ്ങായി മാറാൻ താല്പര്യപ്പെടുന്നവരുമാണ്. അതെ ഗോകുലെ, അതുകൊണ്ട് ശംഖുമുഖത്ത് ഇനിയും ഒട്ടേറെ വിവാഹങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മളും 1-2 പടി മുന്നോട്ട് നിൽക്കട്ടെ അല്ലേ?